രാജ്യത്ത് കലുഷിതമാർന്ന വലിയൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ സംസ്ഥാനമാണ് മണിപ്പൂർ. നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് രൂക്ഷമായ രീതിയിലുള്ള പരിക്കുകളേറ്റു, നിരവധി പേർക്ക് ഭർത്താക്കന്മാരില്ലാതെയായി, നിരവധി പേർക്ക് മക്കളില്ലാതെയായി. അങ്ങനെ ഏറ്റവും കലുഷിതമായൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ മണിപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ സമാധാനപരമാണെങ്കിൽ പോലും അതവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ മറ്റും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മണിപ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരായിരിക്കണം മണിപ്പൂരിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിലേക്ക് തീരുമാനമെടുക്കുവാൻ കഴിയാത്തൊരു വലിയ സാഹചര്യം മണിപ്പൂരിൽ നിലനിന്ന് പോവുകയാണ്. ഇപ്പോൾ മണിപ്പൂരിൽ മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ സമവായം ആകാത്തതോടെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യത ഏറിയിരിക്കുകയാണ്. സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. BJP MLA-മാർക്കിടയിലും ഒറ്റപ്പേരിൽ എത്തിയില്ല. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ച് 4 ദിവസം പിന്നിടുമ്പോഴും പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെയും BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഗതികൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ബെല്ലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. രാഷ്ട്രപതി ഭരണം ആരംഭിച്ചാൽ 2 മാസത്തിനകം പാർലമെന്റിന് അംഗീകാരം നേടണം. രാഷ്ട്രപതി ഭരണത്തിനെതിരെ മെയ്തേയ് വിഭാഗം കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. 60-അംഗ നിയമസഭയിലെ 37 BJP MLA-മാരിൽ 17 MLA-മാർ ബിരേൻ സിംഗിന് എതിരാണ്. സഖ്യകക്ഷികളായ NPP-യിലെ 6 MLA-മാരും സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് ബിരേൻ രാജിവെക്കേണ്ടി വന്നത്. മെയ്തേയ് വിഭാഗത്തിലുള്ളയാൾ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിനെ BJP-യിലെ കുക്കി MLA-മാർ എതിർക്കുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. എന്തായാലും മെയ്തേയ് കുക്കി വിഭാഗത്തിൽ വരുന്ന ആ പോരാട്ടങ്ങൾ, ആ കലഹങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ മുഖങ്ങളിലും പ്രതിധ്വനിച്ചിരിക്കുകയാണ്. 2027 ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മണിപ്പൂരിൽ നടക്കുക. അതുവരെ സംസ്ഥാനത്തിൻ്റെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ആയി രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ എത്തുമോ എന്നതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ വലിയ മാറ്റങ്ങളായിരിക്കും മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ഉണ്ടാകുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മണിപ്പൂരിൽ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുക്കി സമുദായത്തെയോ മെയ്തേയ് വിഭാഗത്തെയോ ഒരുമിച്ച് ചേർത്ത് നിർത്തി മണിപ്പൂരിലെ നിയമസഭ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം മണിപ്പൂരിൽ ഉള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണത്തിന് സാധ്യത വളരെ ഏറെയാണ്.